കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടതുപോലെ തന്നെ നിയമസഭയിൽ പ്രതിപക്ഷ ബഹളങ്ങൾ തുടരുകയാണ്. ചോദ്യോത്തരവേള റദ്ദാക്കേണ്ടി വന്നു. സ്പീക്കറുടെ ഡയസിലേക്ക് തള്ളിക്കയറാൻ പ്രതിപക്ഷം ശ്രമിച്ചതോടെയാണ് സഭ നിർത്തിവെക്കേണ്ടി വന്നത്. വാച്ച് ആൻഡ് വാർഡ് ഉദ്യോഗസ്ഥരെ പ്രതിപക്ഷ നേതാക്കൾ തള്ളി മാറ്റാൻ ശ്രമിക്കുകയും ചെയ്തു. ഷീജ വിവരങ്ങളുമായി ചേരുന്നു. ഷീജ, ഇന്നലെ അടക്കം സ്പീക്കറുടെ മുഖം മറച്ച് ബാനർ ഉയർത്തി ജനാധിപത്യ വിരുദ്ധമായ പ്രതിഷേധമാണ് പ്രതിപക്ഷം കാട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും അതിന് അപവാദമല്ല. എന്തൊക്കെയാണ് ഇന്ന് നടന്നത്? തീർച്ചയായും അജിംഷാദ്, തുടർച്ചയായ മൂന്നാം ദിനമാണ് പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ചോദ്യോത്തരവേള തടസ്സപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇന്ന് സഭാ നടത്തിപ്പ് സുഗമമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് സ്പീക്കർ കക്ഷി നേതാക്കളുടെ യോഗമടക്കം രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രതിപക്ഷം അത് ബഹിഷ്കരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതേ തുടർന്ന് സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ചോദ്യോത്തരവേള മുതൽ തന്നെ പ്രതിഷേധവുമായി സഭയുടെ നടുത്തളത്തിലേക്ക് പ്രതിപക്ഷം ഇറങ്ങുന്നത് തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ പ്രതിപക്ഷ നേതാവ് തൊട്ടു മുൻപായി പറഞ്ഞത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേവസ്വം മന്ത്രി രാജിവെക്കണം, അതുവരെയും ഈ പ്രതിഷേധം തുടരും, സഭാ നടപടികളുമായി തങ്ങൾ സഹകരിക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിന് തൊട്ടു പിന്നാലെയാണ് പ്രതിപക്ഷാംഗങ്ങൾ സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങുകയും സ്പീക്കറുടെ ഡയസിന് മുന്നിലേക്ക് പ്രതിഷേധം നീട്ടുകയും ചെയ്തത്. സ്പീക്കറുടെ ഡയസിന് മുന്നിൽ ബാനർ വലിയ തോതിൽ വലിച്ചുയർത്തി സ്പീക്കറുടെ മുഖം മറയ്ക്കുന്ന തരത്തിലാണ് പ്ലക്കാർഡുകളും ബാനറുകളും ഒക്കെ ഉയർത്തിയുള്ള പ്രതിഷേധം നടന്നത്. പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എം.പി. രാജേഷ് പ്രതിപക്ഷത്തെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള പ്രതിഷേധം നടത്തുകയല്ല വേണ്ടത്, നിങ്ങൾക്ക് ഈ വിഷയം ഉന്നയിക്കണമെങ്കിൽ അത് അടിയന്തര പ്രമേയമായി ഉന്നയിക്കാം, പക്ഷേ ഇത്തരത്തിലുള്ള രീതിയിൽ സ്പീക്കറുടെ ഡയസിന് മുന്നിൽ സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമല്ല നടത്തേണ്ടത് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയും ചെയ്തു. പക്ഷേ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം അതേ രീതിയിൽ തന്നെ തുടരുകയായിരുന്നു. പക്ഷേ ഏറ്റവും വ്യക്തമായ കാര്യം, സ്പഷ്ടമായ കാര്യം എം പി രാജേഷ് സൂചിപ്പിച്ചത് തന്നെയാണ്. കാരണം ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ ഇതിൽ സർക്കാരിന് നിരവധി കാര്യങ്ങൾ പറയാനുണ്ട്, വിശദീകരിക്കാനുണ്ട്. അങ്ങനെയെങ്കിൽ അത് അടിയന്തര പ്രമേയ നോട്ടീസായെത്തും. പക്ഷേ അതെത്തിയാൽ വസ്തുതകൾ ജനങ്ങൾ അറിയും, നിയമസഭയിൽ ആ വസ്തുതകൾ സർക്കാർ പറയും. അതിനെ ഭയപ്പെടുകയാണ്. നേരത്തെ ഇത് തന്നെയായിരുന്നു. പോലീസ് മർദ്ദനം ആരോപിച്ചെത്തി, അത് ചർച്ച ചെയ്തു. ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ ആരോപിച്ചെത്തി, അത് ചർച്ച ചെയ്തു. ഇതൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഇളിഭ്യരായത് പ്രതിപക്ഷമാണ്. അത് ഇവിടെയും ആവർത്തിക്കുമെന്ന ഭയമാണ്. അതുകൊണ്ട് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാതെ ബഹളം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് വാച്ച് ആൻഡ് വാർഡിനോട് വരെ കയ്യേറ്റം കാണിക്കുന്ന രീതി പ്രതിപക്ഷം കാട്ടിയല്ലേ? തീർച്ചയായും അജിംഷാദ്, തുടർന്ന് സഭാ നടപടികൾ അതായത് സുഗമമായ രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കില്ലെങ്കിൽ പോലും ഇപ്പോൾ സഭ വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം അതേ രീതിയിൽ തന്നെ തുടരുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും അതിനിടയിലാണ് ചോദ്യോത്തരവേളയിലാണ് നമ്മൾ കണ്ടത്. ചോദ്യോത്തരവേള മുന്നോട്ട് കൊണ്ടുപോകാൻ സ്പീക്കർ ശ്രമിച്ചു. പക്ഷേ അപ്പോഴും അത് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ, അത്തരത്തിലുള്ളൊരു ഇടപെടൽ സ്പീക്കർ നടത്തുമ്പോഴും അതിനെതിരെ പ്രതിപക്ഷം രംഗത്ത് വരുന്നതാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ സ്പീക്കറുടെ ഡയസിന് മുന്നിൽ വാച്ച് ആൻഡ് വാർഡ് ഇരുഭാഗത്തുമായി അണിനിരന്നിരുന്നു. അതിന് കാരണം ഇരുഭാഗത്തുമായി സ്പീക്കറുടെ ഡയസിലേക്ക് തള്ളിക്കയറാനുള്ളൊരു ശ്രമം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിൽ വാച്ച് ആൻഡ് വാർഡ് അണിനിരുന്നത്. പക്ഷേ വാച്ച് ആൻഡ് വാർഡിനെ പോലും ഒരു ഘട്ടത്തിൽ തള്ളിക്കളഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ വാച്ച് ആൻഡ് വാർഡിനെ ആക്രമിച്ചുകൊണ്ട് അവർ ഡയസിലേക്ക് തള്ളിക്കയറാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തുകയും ചെയ്തു. ഇത് ഭരണപക്ഷ ബെഞ്ചടക്കം വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർത്തുകയും ഭരണപക്ഷത്തു നിന്ന് മന്ത്രിമാർ കർശനമായിട്ടുള്ള വിമർശനവുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. സഭയുടെ നടുത്തളത്തിലേക്ക് അവരും ഇറങ്ങാൻ പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. അത്തരത്തിൽ സംഘർഷാവസ്ഥയിൽ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു കാര്യങ്ങൾ സഭയിൽ ഉണ്ടായിരുന്നത്. അത്തരത്തിലൊരു ഘട്ടത്തിലാണ് സഭാ നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ചുകൊണ്ട് ചോദ്യോത്തരവേള റദ്ദാക്കുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. ഇപ്പോഴേതായാലും സഭ പുനരാരംഭിച്ചിരിക്കുകയാണ്. പക്ഷേ അപ്പോഴും പ്രതിപക്ഷം വഴങ്ങാൻ തയ്യാറല്ല. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് സഭയിൽ സംസാരിക്കുകയാണ്. ഈ മന്ത്രിമാർ ഭരണപക്ഷത്തു നിന്ന് പ്രത്യേകിച്ചും അംഗങ്ങൾക്കൊപ്പം തന്നെ മന്ത്രിമാരും പ്രതിപക്ഷത്തിന്റെ നിലപാടിനെ കർശനമായി തന്നെ വിമർശിച്ചുകൊണ്ടാണ് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ വലിയ തോതിലുള്ള വിയോജിപ്പാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അടക്കം പ്രകടിപ്പിക്കുന്നത്. തീർച്ചയായും അവിടെ വാർത്താ ശേഖരണത്തിന്റെ അവസരം കൂടി ഷീജയ്ക്ക് നൽകുകയാണ്. കാരണം അജിംഷാദ്, സഭ ബഹിഷ്കരിക്കുന്നു എന്നുള്ളൊരു പ്രഖ്യാപനം ഇപ്പോൾ പ്രതിപക്ഷം നടത്തിയിരിക്കുകയാണ്. സഭ ബഹിഷ്കരിച്ച് അവർ പുറത്തേക്ക് ഇറങ്ങുകയാണ് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാകുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ സഭ തുടർച്ചയായി തടസ്സപ്പെടുത്തുക എന്നുള്ളൊരു നടപടി മാത്രമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. നിർണായകമായിട്ടുള്ള ബില്ലുകൾ ഉൾപ്പെടെ ചർച്ച ചെയ്യേണ്ട ദിവസങ്ങളിലാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറെ ദുഃഖകരം എന്ന് എടുത്തു പറയേണ്ടത്.